നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഭാവിയിലേക്കുള്ള പാത ഒരുക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പതിവ് പോലെ കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിൽ അവഗണിക്കപ്പെട്ട് കേരളം. ബീഹാറിനും ആന്ധ്രാപ്രദേശിനും വൻകിട പദ്ധതികൾ ലഭിച്ചപ്പോൾ കേരളത്തിന് അനുകൂല പദ്ധതികളൊന്നും ലഭിച്ചില്ല. പ്രതിഷേധമുയരുന്നു. പാറമ്പാടത്തെ മരണക്കുഴി വീണ്ടും അപകട മരണം. റോഡിലെ കുഴിയിൽ വീണ് തെറിച്ച ബൈക്ക് കാറുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മധ്യവയസ്കൻ മരിച്ചു. മരിച്ചത് പോർക്കുളം കൊങ്ങണൂർ വിളക്കുമാടത്തിൽ അറുമുഖന്റെ മകൻ 62 വയസ്സുള്ള ശശിധരൻ. CPM ഭരിക്കുന്ന കുന്നുകുളം നഗരസഭയിലേക്ക് CITU മാർച്ച്. തുറക്കുളം മത്സ്യ മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെയും തൊഴിലാളികളുടെ ക്ഷേമപൂർണമായ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചും ജില്ലാ മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ കമ്മിറ്റിയാണ് നഗരസഭയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. മന്ദലാകുന്ന് മേഖലയിലെ 30ഓളം കുടുംബങ്ങളെയും NH സർവീസ് റോഡിനെയും 3 പഞ്ചായത്ത് റോഡുകളെയും ബാധിക്കുന്ന വെള്ളക്കെട്ട് പ്രശ്നത്തിന് പരിഹാരമാകുന്നു. NK അക്ബർ MLA പുന്നൂർക്കുളം പഞ്ചായത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് പ്രശ്നപരിഹാരമായത്. വാർത്തകൾ വിശദമായി. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഭാവിയിലേക്കുള്ള പാത ഒരുക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. കൃഷി, തൊഴിൽ, വൈദഗ്ധ്യം, മെച്ചപ്പെട്ട മാനവ വിഭവശേഷി, സാമൂഹിക നീതി, ഉൽപാദനം, സേവനങ്ങൾ, നഗരവികസനം, ഊർജ്ജ സുരക്ഷ, അടിസ്ഥാന സൗകര്യങ്ങൾ, നവീകരണം, ഗവേഷണവും വികസനവും അടുത്ത തലമുറയിലെ പരിഷ്കാരങ്ങൾ എന്നിവയ്ക്ക് ഊന്നൽ നൽകിയാണ് ബജറ്റ് വിഭാവനം ചെയ്തതെന്ന് ധനമന്ത്രി പറഞ്ഞു. ഒപ്പം തന്നെ കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുമെന്നും ബജറ്റ് പറയുന്നു. കാർഷിക ഉൽപാദന വർധനവ് ലക്ഷ്യമിട്ട് വൻ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. കാർഷിക രംഗത്ത് കാലത്തിനൊത്ത വളർച്ച ലക്ഷ്യമിട്ടുള്ളതാണ് പ്രഖ്യാപനങ്ങൾ. കർഷകർക്കൊപ്പം സ്ത്രീകൾക്കും യുവാക്കൾക്കും മതിയായ പദ്ധതികളുമുണ്ട്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ സുശക്തമാണെന്ന് ബജറ്റ് അവതരണ വേളയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. രാജ്യത്തെ പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമായെന്നും മന്ത്രി പറഞ്ഞു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനമാണ് ലക്ഷ്യമിടുന്നതെന്നും നിർമ്മല സീതാരാമൻ കൂട്ടിച്ചേർത്തു. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ അവഗണിക്കപ്പെട്ട് കേരളം. ബീഹാറിനും ആന്ധ്രാപ്രദേശിനും വൻകിട പദ്ധതികൾ വാരിക്കോരി ലഭിച്ചപ്പോൾ കേരളത്തിന് അനുകൂല പദ്ധതികളൊന്നും ലഭിച്ചില്ല. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ 24,000 കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ്, സിൽവർ ലൈനും വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് 5,000 കോടി രൂപയുടെ പദ്ധതി അടക്കം കേരളം കേന്ദ്രത്തിന് മുന്നിൽ സമർപ്പിച്ച പദ്ധതികളൊന്നും പ്രഖ്യാപനങ്ങളായി വന്നില്ല. ദീർഘകാല ആവശ്യമായ എയിംസിലും കേരളം പ്രതീക്ഷ പുലർത്തിയിരുന്നു. ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനെതിരെ പ്രതിപക്ഷത്തെ നേതാക്കൾ രംഗത്ത് വന്നു. കേരളത്തിനെ വകയിരുത്തുകയല്ല, കേരളത്തെ വകവരുത്തുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് എന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. രാജ്യത്തെ ഒരു മേഖലയും നരേന്ദ്രമോദി സർക്കാരിന്റെ കയ്യിൽ സുരക്ഷിതമല്ലെന്നാണ് ബജറ്റ് വ്യക്തമാക്കുന്നതെന്ന് MPയും KPCC അധ്യക്ഷനുമായ K സുധാകരനും പ്രതികരിച്ചു. ഇന്ത്യക്കാകെ ഉള്ളത് 2-3 സംസ്ഥാനങ്ങൾ കൊണ്ടുപോയെന്നും ശസ്ത്രക്രിയ വേണ്ടിടത്ത് തൊലിപ്പുറത്തെ ചികിത്സ മാത്രമാണ് നടത്തിയതെന്നും K സുധാകരൻ കുറ്റപ്പെടുത്തി. മറ്റു വാർത്തകൾ. മിന്നൽ ചുഴലിയിൽ വ്യാപകമായി നാശനഷ്ടം സംഭവിച്ച എരുമപ്പെട്ടി പഞ്ചായത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാലുമായി കൂടിക്കാഴ്ച നടത്തിയ കളക്ടർ നാശനഷ്ടങ്ങൾ വിലയിരുത്തി. പഞ്ചായത്തിലെ 10ാം വാർഡ് ചിറ്റണ്ടയിൽ വയോധികയായ കാർത്തിയാനിയും അസുഖബാധിയായ മകളും താമസിക്കുന്ന വീട് കളക്ടർ സന്ദർശിച്ചു. മരം വീണ് ഇവരുടെ വീടിന്റെ പുറകുവശം തകർന്നിരുന്നു. മണ്ണിഷ്ടിക കൊണ്ട് നിർമ്മിച്ച വീട് കാലപ്പഴക്കത്താൽ തകർന്ന് വാസയോഗ്യമല്ലാതായി തീർന്നിരിക്കുകയാണ്. ഇവർക്ക് ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ പ്രത്യേക പരിഗണന നൽകുമെന്ന് കളക്ടർ അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ MC അനുപമൻ, വില്ലേജ് ഓഫീസർ A ഷാജിദ ബീവി എന്നിവരും കളക്ടറോടൊപ്പം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി ഉണ്ടായ മിന്നൽ ചുഴലിയിൽ ചൊവ്വന്നൂർ മറീന ഹോമിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം. 30ഓളം അന്തേവാസികളും 5 കന്യാസ്ത്രീകളും താമസിക്കുന്ന മറീന ഹോമിൽ കനത്ത നഷ്ടങ്ങളാണ് ഉണ്ടായത്. ആഞ്ഞുവീശിയ ശക്തമായ കാറ്റിൽ മറീന ഹോമിന്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന ഷീറ്റുകൾ പറന്നുപോയി. പല ഭാഗങ്ങളിലും ഷീറ്റുകൾ ഇളകിക്കിടക്കുന്ന അവസ്ഥയിലാണ്. പൂർവ്വസ്ഥിതിയിലാക്കാൻ 6 ലക്ഷത്തോളം രൂപയുടെ ചിലവ് വരുമെന്ന് മറീന ഹോം അധികൃതർ പറഞ്ഞു. കഴിഞ്ഞ വെള്ളിയാഴ്ചയുണ്ടായ മഴയിൽ ഷീറ്റുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നെങ്കിലും തിങ്കളാഴ്ച ഉച്ചയോടെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ഷീറ്റുകൾ പറന്നുപോവുകയും പല ഭാഗങ്ങളിലും ഷീറ്റുകൾ ഇളകുകയും ചെയ്തു. ഇതോടെ റൂമുകളിൽ വെള്ളം നിറഞ്ഞു. പല ഭാഗങ്ങളിലും സീലിങ്ങിനുള്ളിലേക്ക് വെള്ളമിറങ്ങി വൈദ്യുതി കണക്ഷനുകൾക്ക് കേടുപാടുകൾ സംഭവിച്ച നിലയിലാണ്.
റൂമുകളിൽ വൻതോതിൽ വെള്ളം കെട്ടിനിന്നതോടെ അധികൃതർ സ്ഥലത്തെത്തി വെള്ളം നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഇതോടെ ചുമരുകൾക്ക് ദ്വാരം തുളച്ചാണ് പുറത്തേക്ക് വെള്ളമൊഴുക്കി വിട്ടത്. CCTV ന്യൂസ് കുന്നംകുളം. മിന്നൽ ചുഴലിയിൽ എരുമപ്പെട്ടി പഴവൂരിൽ കനത്ത നാശനഷ്ടം. പഴവൂർ കുണ്ടുകാട് പാറക്കടവിൽ മോഹനന്റെ വീട്ടുവളപ്പിലെ തേക്ക് മരമാണ് കടപുഴകി റോഡിലേക്ക് വീണത്. 3 ഇലക്ട്രിക് പോസ്റ്റുകൾ റോഡിന് കുറുകെ പൊട്ടി വീണു. ഇടക്കുന്നി, കണ്ണനായ്ക്കൽ എന്നിവിടങ്ങളിലും ഇലക്ട്രിക് പോസ്റ്റുകൾ പൊട്ടി റോഡിലേക്ക് വീണു. മറ്റു വാർത്തകൾ. നരണിപ്പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ചങ്ങരംകുളം നരണിപ്പുഴ സ്വദേശി സ്രായിലകത്ത് വീട്ടിൽ ഷിഹാബിന്റെ മൃതദേഹമാണ് ഏറെ നേരം തിരച്ചിലിനൊടുവിൽ കണ്ടെത്തിയത്. 38 വയസ്സായിരുന്നു. ഇന്ന് വൈകിട്ട് 4 മണിയോടെയായിരുന്നു അപകടം. നരണിപ്പുഴ സ്വദേശി ഷിഹാബ് നരണിപ്പുഴ പാലത്തിന് മുകളിൽ നിന്ന് കായലിലേക്ക് ചാടുകയായിരുന്നു. ഷിഹാബ് ഒഴുക്കിൽപ്പെടുന്നത് കണ്ട് രക്ഷപ്പെടുത്താൻ ചാടിയ നരണിപ്പുഴ സ്വദേശി സുബൈറും ഒഴുക്കിൽപ്പെട്ടുവെങ്കിലും നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തി. ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ നടന്ന തിരച്ചിലിനൊടുവിൽ വൈകിട്ട് 6:45 ഷിഹാബിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭവും അതിന്റെ ഫലമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നാശനഷ്ടങ്ങളും തടയാനും മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലും വാസസ്ഥാനങ്ങളും സംരക്ഷിക്കാനും അടിയന്തര നടപടികൾ വേണമെന്ന് ഡോക്ടർ MP അബ്ദുൾ സമദ് സമദാനി ലോക്സഭയിൽ ആവശ്യപ്പെട്ടു. തിങ്കളാഴ്ച ലോക്സഭയിൽ സബ്മിഷനിലൂടെയാണ് MP ആവശ്യമുന്നയിച്ചത്. അറബിക്കടൽ തീരത്ത് കടൽക്ഷോഭം വർഷം തോറും വർദ്ധിക്കുന്ന പ്രതിഭാസമാണുള്ളത്. അനന്തരഫലമായി കടൽ കരയിലേക്ക് കയറിവരികയും മീറ്ററുകളോളം തീരം കടലെടുക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ വെളിയങ്കോട്, പാലപ്പെട്ടി, അജ്മീർ നഗർ എന്നീ പ്രദേശങ്ങളിലെയും പരിസരങ്ങളിലെയും കടൽക്ഷോഭക്കെടുതികൾ ലോക്സഭയിൽ അവതരിപ്പിച്ചുകൊണ്ട് സമദാനി പറഞ്ഞു. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെയും അവരുടെ വാസസ്ഥലങ്ങളുടെയും സുരക്ഷയ്ക്ക് കടുത്ത ഭീഷണി ഉയർത്തുന്ന സാഹചര്യം സമദാനി സഭയിൽ വിവരിച്ചു. പ്രശ്നത്തിന്റെ ഗൗരവാവസ്ഥയെക്കുറിച്ച് സമുദ്രശാസ്ത്രത്തിലെയും പരിസ്ഥിതി ശാസ്ത്രത്തിലെയും കോസ്റ്റൽ എഞ്ചിനീയറിംഗിലെയും വിദഗ്ധരെ ഉൾപ്പെടുത്തിയുള്ള ആധികാരികവും ശാസ്ത്രീയവുമായ പഠനം നടത്താൻ ഗവൺമെന്റ് തയ്യാറാകണം. തീരപ്രദേശത്തെ മണ്ണിനെയും അവിടുത്തെ മനുഷ്യരെയും സംരക്ഷിക്കാൻ അടിയന്തര നടപടി വേണം. സംസ്ഥാനത്ത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കടൽക്ഷോഭത്താൽ കഷ്ടപ്പെടുന്ന തീരപ്രദേശവാസികൾക്ക് നഷ്ടപരിഹാരവും മറ്റു സാമ്പത്തിക സഹായങ്ങളുമടങ്ങുന്ന പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും സമദാനി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ പാലപ്പെട്ടി, അജ്മീർ നഗർ, വെളിയങ്കോട് എന്നിവിടങ്ങളിലും പരിസരങ്ങളിലും കടൽക്ഷോഭം കൊണ്ടുണ്ടായ നാശനഷ്ടങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് ഏറെ പ്രയാസമുണ്ടാക്കി. അതോടൊപ്പം തണ്ണിത്തുറ, പത്തുമുറി, അരയൻകടപ്പുറം, സുൽത്താൻ വളവ്, വാടിക്കൽ, പള്ളിവളപ്പ്, വാക്കാട്, പടിഞ്ഞാറേക്കര, നേർക്കൂട്ടായി, മൂന്നങ്ങാടി, കോതപ്പറമ്പ്, കാശ്മീർ ബീച്ച്, ആശാൻപടി, പറവണ്ണ, ഉണ്ണിയാൽ, എടക്കടപ്പുറം, പുതിയ കടപ്പുറം, അഞ്ചുടി, ചീരാൻ കടപ്പുറം, തൂവൽ തീരം, ചാപ്പപ്പടി, ആലുങ്ങൽ ബീച്ച്, സദ്ദാം ബീച്ച് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തീരപ്രദേശങ്ങൾക്ക് സുരക്ഷാ നടപടികൾ ആവശ്യമാണ്. കടൽക്ഷോഭം മത്സ്യബന്ധനത്തെ മാത്രമല്ല പ്രാദേശിക കച്ചവടങ്ങളെയും റോഡും പാലവും അടങ്ങുന്ന ഭൗതിക സൗകര്യങ്ങളെയുമെല്ലാം തകർക്കുകയാണ്. പുലിമുട്ടടക്കമുള്ള തീരസംരക്ഷണ സംവിധാനം ഒരുക്കണമെന്നും MP ആവശ്യപ്പെട്ടു. Madam, it is a very serious problem. Year by year, land is taken by the sea and nothing is done to prevent the situation, to protect and save the fishermen. The poor fishermen, they are suffering, madam. And this year, during the monsoon, especially in Kerala, at various places, sea erosion took place and sea turbulence created catastrophe. Consequences are so serious. So I urge upon the government, through you, madam, to take urgent steps to undo the situation, to solve the problems facing the fishermen. CCTV ന്യൂസ് പുന്നയൂർകുളം. പാറമ്പാടത്തെ മരണക്കുഴി വീണ്ടും അപകട മരണം. റോഡിലെ കുഴിയിൽ വീണ് തെറിച്ച ബൈക്ക് കാറുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മധ്യവയസ്കൻ മരിച്ചു. പോർക്കുളം കൊങ്ങണൂർ വിളക്കുമാടത്തിൽ അറുമുഖന്റെ മകൻ 62 വയസ്സുള്ള ശശിധരനാണ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഇന്ന് പുലർച്ചെ മരിച്ചത്. ഇത് ഒരാഴ്ചക്കിടെ രണ്ടാമത്തെ അപകട മരണമാണ് പാറമ്പാടത്ത് ഉണ്ടായത്. വിമുക്ത ഭടനായ ശശിധരൻ ഗുരുവായൂർ മമ്മിയൂർ ക്ഷേത്രത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി 9 മണിയോടെ പാറമ്പാടം കുരിശുപള്ളിക്ക് സമീപത്തായിരുന്നു അപകടം. ഷീബയാണ് ഭാര്യ. ശബിൽ, കൃഷ്ണ, സനിക എന്നിവർ മക്കളാണ്. കുണ്ടും കുഴിയും നിറഞ്ഞ സംസ്ഥാന പാതയിൽ കുന്നംകുളം മുതൽ പാറമ്പാടം വരെയും വലിയതും ചെറിയതുമായി നിരവധി കുഴികളാണുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയോടെ പാറമ്പാടത്ത് വെച്ച് തന്നെ മുൻപിലുണ്ടായിരുന്ന കുഴിയിൽ ചാടാതിരിക്കാൻ വെട്ടിച്ച സ്കൂട്ടറിൽ ടിപ്പർ ലോറി ഇടിച്ച് കൊങ്ങണൂർ സ്വദേശിയായ യുവാവ് മരിച്ചിരുന്നു. രാത്രി സമയത്താണ് ഇരുചക്ര വാഹനങ്ങൾ കൂടുതലായും അപകടത്തിൽപ്പെടുന്നത്. അധികൃതർ റോഡിന്റെ അപകടാവസ്ഥ പരിഹരിക്കാൻ സത്വരമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ അഭ്യർത്ഥന.
CPM ഭരിക്കുന്ന കുന്നംകുളം നഗരസഭയിലേക്ക് CITU മാർച്ച്. തുറക്കുളം മത്സ്യ മാർക്കറ്റ് ശോചനീയാവസ്ഥയ്ക്കെതിരെയും തൊഴിലാളികളുടെ ക്ഷേമപൂർണ്ണമായ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചും ജില്ലാ മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കുന്നംകുളം നഗരസഭ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. മാർക്കറ്റിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി നഗരസഭാ ഓഫീസിനു മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ CITU മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് IK വിഷ്ണുദാസ് ഉദ്ഘാടനം ചെയ്തു. വർഷത്തിൽ 25 ലക്ഷം രൂപ മാർക്കറ്റിൽ നിന്നും വരുമാനമുണ്ടായിട്ടും മത്സ്യ മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് വിഷ്ണുദാസ് കുറ്റപ്പെടുത്തി. അവിടെ നമ്മുടെ ഭരണത്തിന് കീഴിൽ ഇത്തരത്തിൽ ആളുകൾ കൂടുന്ന സ്ഥലത്ത് അവിടെ ഈ തരത്തിലുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കണം എന്നുള്ളത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നില്ല ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഇത്ര വലിയ ഒരു തുക ലഭ്യമായിട്ടും ആ തുക യഥാവധി ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള കെട്ടിടവും മറ്റു സംസ്കരണത്തിനുള്ള ആവശ്യങ്ങൾക്കും ഒന്നും തന്നെ ഉപയോഗിക്കാത്ത വിധത്തിൽ തികഞ്ഞ നിഷ്ക്രിയത്വമാണ് നിർഭാഗ്യവശാൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അത് CITU കുന്നംകുളം ഏരിയ പ്രസിഡന്റ് MN മുരളി അധ്യക്ഷനായി. യൂണിയൻ ജില്ലാ സെക്രട്ടറി KM അലി, ജില്ലാ പ്രസിഡന്റ് PA ലജിക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ ട്രഷറർ KA അസീസ് സ്വാഗതവും ഏരിയ സെക്രട്ടറി MK ലക്ഷ്മണൻ നന്ദിയും പറഞ്ഞു. ധർണയ്ക്ക് ശേഷം ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ മുനിസിപ്പൽ അധികാരികൾക്ക് നിവേദനം നൽകി. വർദ്ധിപ്പിച്ച ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ഉടൻ നൽകുക, മാർക്കറ്റിൽ നിന്നും കൃത്യമായ അളവിലും തൂക്കത്തിലും തൊഴിലാളികൾക്ക് മത്സ്യം വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉടൻ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള സംസ്ഥാന മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി ഫെഡറേഷന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെയും ഭാഗമായാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. CCTV ന്യൂസ്, കുന്നംകുളം. മന്ദലാംകുന്ന് മേഖലയിലെ 30ഓളം കുടുംബങ്ങളെയും NH സർവീസ് റോഡിനെയും 3 പഞ്ചായത്ത് റോഡുകളെയും ബാധിക്കുന്ന വെള്ളക്കെട്ട് പ്രശ്നത്തിന് പരിഹാരമാകുന്നു. NK അക്ബർ MLA പുന്നിയൂർക്കുളം പഞ്ചായത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് പ്രശ്ന പരിഹാരം ഉണ്ടായത്. ആദ്യപടിയായി ദേശീയപാത അധികൃതർ, നിർമ്മാണ കമ്പനി, പൊതുമരാമത്ത് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലം സന്ദർശിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള അനുയോജ്യമായ മാർഗം കണ്ടെത്തും. പഞ്ചായത്തിന്റെ ചക്കോലയിൽ റോഡിലൂടെയോ അല്ലെങ്കിൽ AKG റോഡിലൂടെയോ കാന നിർമ്മിച്ച് വെള്ളം കനോലി കനാലിലേക്ക് ഒഴുക്കുക എന്ന മാർഗമാണ് ആദ്യ പരിഗണനയിൽ ഉള്ളത്. പക്ഷേ പഞ്ചായത്ത് റോഡ് കഴിഞ്ഞാൽ ഏതാണ്ട് 300 മീറ്റർ ദൂരം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലൂടെ കാന നിർമ്മിക്കേണ്ടി വരും. വ്യക്തിയുടെ സമ്മതം കിട്ടിയാൽ ഇത് നടപ്പാകും. മന്ദലാംകുന്ന് പാലം റോഡരികിലൂടെ കാന നിർമ്മിക്കലാണ് രണ്ടാമത്തെ വഴിയായി നിർദ്ദേശം വന്നത്. സ്ഥലപരിശോധന കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാകും. അതിനുശേഷം അടിയന്തരമായി കാന നിർമ്മാണം നടത്തുമെന്നാണ് MLA വ്യക്തമാക്കിയത്. ഇതിന്റെ ചെലവ് ദേശീയപാത അതോറിറ്റി വഹിക്കും. അധിക തുക ആവശ്യമാണെങ്കിൽ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് വകയിരുത്തുമെന്നും MLA വ്യക്തമാക്കി. ചാവക്കാട് തഹസിൽദാർ TP കിഷോർ, പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, വൈസ് പ്രസിഡന്റ് EK നിഷാർ, വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ആലത്തയിൽ മൂസ, NHAI എഞ്ചിനീയർ വീരേന്ദ്രപ്രസാദ്, പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ബബിത, ഇറിഗേഷൻ വകുപ്പ് പ്രതിനിധി NK വിദ്യ, നിർമ്മാണ കമ്പനിയായ ശിവാലയയുടെ പ്രതിനിധി ബിനു, പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിജിലി, വില്ലേജ് ഓഫീസർ ഷാജു ചെറുവത്തൂർ എന്നിവർ പങ്കെടുത്തു. ഈ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംവിധാനം എന്ന നിലയിൽ വെള്ളം ഇനി കനോലി കനാലിലേക്ക് ഒഴുക്കാനേ കഴിയൂ. അപ്പോൾ അതിന് ഏത് വഴിക്കാണ് വെള്ളം കനോലി കനാലിലേക്ക് കൊണ്ടുപോകാൻ കഴിയുക എന്നതിനെ സംബന്ധിച്ച് ഒരു ഫിസിക്കൽ സ്റ്റഡി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നാളെ ഈ സ്ഥലങ്ങൾ സന്ദർശിച്ച് പ്രായോഗികമായി വെള്ളം കൊണ്ടുപോയി കനോലി കനാലിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഡ്രൈനേജ് സിസ്റ്റത്തിനുള്ള മാർഗങ്ങൾ ആരാഞ്ഞുകൊണ്ട് ഒരു പദ്ധതി തയ്യാറാക്കുക എന്നാണ് ആലോചിക്കുന്നത്. അതിന് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാവരും കൂടി സഹകരിച്ചാലാണ് ഇത് നമുക്ക് ഒഴിവാക്കാൻ കഴിയുക. അതിന് എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുക. CCTV ന്യൂസ്, പുന്നിയൂർക്കുളം. മുള്ളൂർക്കര വാഴക്കോട് പ്രവർത്തിക്കുന്ന ഗാൻ പെട്രോൾ പമ്പിന് തീപിടിച്ചു. ചൊവ്വാഴ്ച രാവിലെ 10:30 സംഭവം. വടക്കാഞ്ചേരിയിൽ നിന്നെത്തിയ പോലീസും 2 യൂണിറ്റ് അഗ്നിശമന സേനയും ചേർന്നാണ് തീയണച്ചത്. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ പോകുന്ന എല്ലാ വാഹനങ്ങളും പല സ്ഥലങ്ങളിലായി തിരിച്ചുവിട്ടു. തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. കാർഗിൽ യുദ്ധവിജയ സിൽവർ ജൂബിലിയുടെ ഭാഗമായി പൈതൃകം ഗുരുവായൂർ സൈനിക സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് ഈ മാസം 26-ന് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ ഗുരുവായൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
രാവിലെ 9-ന് നഗരസഭ വായനശാല അങ്കണത്തിലെ ഗാന്ധി പ്രതിമയ്ക്ക് സമീപം പ്രത്യേകം സജ്ജമാക്കിയ അമർ ജവാൻ സ്തൂപത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി പുഷ്പാർച്ചന നടത്തും. തുടർന്ന് വായനശാല ഹാളിൽ ബ്രിഗേഡിയർ രവീന്ദ്രൻ നായർ ഉദ്ഘാടനം നിർവഹിക്കും. കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ബ്രിഗേഡിയർ N.A. സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിക്കും. ഹോംഗാർഡുകളെ ചടങ്ങിൽ ആദരിക്കും. വിവിധ കലാലയങ്ങളിലെയും സ്കൂളുകളിലെയും NCC വിദ്യാർത്ഥികൾ പങ്കെടുക്കും. സൈനികരെ ആദരിക്കൽ, സൈന്യത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലെത്തിക്കാനുള്ള വേദികൾ സംഘടിപ്പിക്കുക, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി ദേശസ്നേഹ സദസ്സുകൾ സംഘടിപ്പിക്കുക, പഠന ക്ലാസുകൾ, ചിത്രപ്രദർശനം, വിരമിച്ച സൈനികർക്കിടയിൽ ജീവകാരുണ്യ പ്രവർത്തനം തുടങ്ങിയവയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. പൈതൃകം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, സൈനിക സേവാ സമിതി ചെയർമാൻ ബ്രിഗേഡിയർ N.A. സുബ്രഹ്മണ്യൻ, ജനറൽ കൺവീനർ K.K. വേലായുധൻ, K. സുഗതൻ, പ്രൊഫസർ VM. നാരായണൻ നമ്പൂതിരി, സെക്രട്ടറി മധു K. നായർ, കുമാരി തമ്പാട്ടി, വരുണൻ കൊപ്പര, രവീന്ദ്രൻ വട്ടരങ്ങത്ത്, ബിജു ഉപ്പുങ്ങൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, ഗുരുവായൂർ. ചൂണ്ടൽ ചൂട്ട്ലപ്പാറയിൽ കിണറ്റിൽ വീണ യുവതിക്ക് സഹോദരനും നാട്ടുകാരും രക്ഷകരായി. ചൂട്ട്ലപ്പാറ വെണ്ണങ്കോട് വീട്ടിൽ സുരേഷിന്റെ മകൾ ജിഷ്ണയാണ് കിണറ്റിൽ വീണത്. വെള്ളം കോരുന്നതിനിടെ തലക്കറക്കം അനുഭവപ്പെട്ട ജിഷ്ണ അബദ്ധത്തിൽ കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. ഈ സമയം വീട്ടിലുണ്ടായിരുന്ന ഇളയ സഹോദരൻ അഖിൽ ഉടൻ തന്നെ കിണറ്റിലേക്ക് എടുത്തു ചാടി യുവതിയെ പിടിച്ചുയർത്തുകയും ശബ്ദം കെട്ടെത്തിയ നാട്ടുകാർ ഇട്ട് നൽകിയ കയറിൽ കെട്ടി ജിഷ്ണയെ കിണറിന് പുറത്തെത്തിക്കുകയുമായിരുന്നു. തുടർന്ന് ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പ്രാഥമിക ശുശ്രൂഷ നൽകി വിട്ടയച്ചു. സംഭവം അറിഞ്ഞ് കുന്നംകുളം ഫയർഫോഴ്സ് സ്ഥലത്ത് എത്തുന്നതിന് മുൻപ് തന്നെ യുവതിയെ നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തിയിരുന്നു. കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം പ്രസിഡന്റ്, മറ്റം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്ന നിലകളിൽ പ്രവർത്തിച്ചിരുന്ന E.A. ജോസ് മാസ്റ്റർ അനുസ്മരണവും വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും നടന്നു. മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന ചടങ്ങ് മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് മുഖ്യാതിഥിയായി. ഷാജൻ മാറോക്കി മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. DCC ജനറൽ സെക്രട്ടറി V. വേണുഗോപാൽ, ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റൂബി ഫ്രാൻസിസ്, ബ്ലോക്ക് ഭാരവാഹികളായ അഡ്വക്കേറ്റ് PV നിവാസ്, ജേസൺ ചാക്കോ, ജസ്റ്റിൻ കൂനമുച്ചി, അപ്പു ആളൂർ, മുൻ മണ്ഡലം പ്രസിഡന്റ് N.A. നൌഷാദ്, മറ്റം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് CJ ആന്റണി എന്നിവർ സംസാരിച്ചു. TO ജോയ്, സെബീന റിറ്റോ, ഷെൽബിൻ മറ്റം, സിംസൺ ആളൂർ എന്നിവർ നേതൃത്വം നൽകി. പുന്നൂർക്കുളം പഞ്ചായത്ത് ചമ്മന്നൂർ GMLP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കിച്ചൺ കം സ്റ്റോറിന്റെ ഉദ്ഘാടനം, വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ആദരിക്കലും സ്നേഹപ്പൊതി വിതരണത്തിന്റെ പ്രഖ്യാപനവും നടന്നു. PM പോഷൻ പദ്ധതി പ്രകാരം 6 ലക്ഷം രൂപ ചെലവഴിച്ചാണ് GMLP സ്കൂളിൽ പുതിയ കിച്ചൺ കം സ്റ്റോർ നിർമ്മിച്ചത്. N. K. അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. പുന്നൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷത വഹിച്ചു. LSS നേടിയ TS ആദർശ്, അഫ്ലഹ ഐഷ, 35 വർഷം സ്കൂളിൽ പാചക തൊഴിലാളിയായി സേവനം ചെയ്തുവരുന്ന ദമയന്തിയെയും ഉപഹാരം നൽകി ആദരിച്ചു. മാസത്തിലൊരിക്കൽ സർക്കാർ ആശുപത്രികളിലെ കിടപ്പ് രോഗികൾക്ക് നൽകുന്ന സ്നേഹപ്പൊതി പദ്ധതിയുടെ ഭാഗമായ പൊതിച്ചോറ് വിതരണ പ്രഖ്യാപനവും ചടങ്ങിൽ MLA നിർവഹിച്ചു. ഈ പദ്ധതിക്ക് സ്നേഹപ്പൊതി എന്ന് പേര് കണ്ടെത്തിയ വിദ്യാർത്ഥി നാദിറിന് MLA ചടങ്ങിൽ സമ്മാനം നൽകി ആദരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക ബിന്ദു, പുന്നൂർക്കുളം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ബിജു പള്ളിക്കര, വാർഡ് മെമ്പർമാർ, PTA ഭാരവാഹികൾ, OSA സെക്രട്ടറി അലി തറയിൽ, MPTA ഭാരവാഹികൾ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. എത്രയോ നല്ല സൗകര്യം കോടിക്കണക്കിന് രൂപ മുടക്കി ഗവൺമെന്റും ഗ്രാമപഞ്ചായത്തുമെല്ലാം ഇവിടെ സൗകര്യം ഒരുക്കിയിരിക്കുകയാണ്. എന്നിട്ടും നമ്മുടെ കുട്ടികളെ ഇവിടെ ചേർക്കാതെ മറ്റു സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നത് നിരുത്സാഹപ്പെടുത്തണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഏറ്റവും മികച്ച വിദ്യാഭ്യാസമാണ് നമ്മുടെ കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് പാലും മുട്ടയും ഒന്നിലേറെ കറികളോടുകൂടിയുള്ള ഭക്ഷണവും ഇതൊക്കെ കൊടുക്കുകയാണ്. CCTV ന്യൂസ്, പുന്നൂർക്കുളം. നിർധന കുടുംബത്തിലെ വിദ്യാർത്ഥിക്ക് ചാലിശ്ശേരി പോലീസിന്റെ കൈത്താങ്ങ. ചാതന്നൂർ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് ചാലിശ്ശേരി പോലീസിന്റെ സഹായത്താൽ ബാഗ്, പുസ്തകം, കുട തുടങ്ങിയ പഠനോപകരണങ്ങളും കളിക്കാൻ ഫുട്ബോളും ലഭ്യമാക്കിയത്. സ്കൂളിന് സമീപത്ത് താമസിക്കുന്ന നിർധന കുടുംബത്തിന്റെ സാമ്പത്തിക പ്രശ്നം അധ്യാപകരാണ് ചാലിശ്ശേരി ചൈൽഡ് ഫ്രണ്ട്ലി പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ R. കുമാറിന്റെ നിർദ്ദേശാനുസരണം ചാലിശ്ശേരിയിലെ സുമനസ്സുകളായ വ്യാപാരികളുടെ സഹായത്താൽ വിദ്യാർത്ഥിക്ക് പഠനോപകരണങ്ങളും വീട്ടിലേക്ക് 1 മാസത്തേക്കുള്ള ഭക്ഷ്യവസ്തുക്കളും സ്റ്റേഷനിൽ വെച്ച് നൽകുകയായിരുന്നു. SIT അരവിന്ദാക്ഷൻ, ASI ശ്രീനിവാസൻ, ചൈൽഡ് ഫ്രണ്ട്ലി ഓഫീസർ സ്മിത, സാമൂഹിക പ്രവർത്തകരായ പ്രദീപ് ചെറുവാശ്ശേരി, MM. മുഹമ്മദ് ഉണ്ണി, സലീം എന്നിവർ സംബന്ധിച്ചു.
നെല്ല് സംഭരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടത്തിയ CPM നേതാവിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് KPCC സെക്രട്ടറി CC ശ്രീകുമാർ ആവശ്യപ്പെട്ടു. CCTVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് നെല്ല് വിത്ത് സംഭരണ കേന്ദ്രത്തിന്റെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ കേച്ചേരി ശാഖയിലെ അക്കൗണ്ടിൽ നിന്നും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും CPM നേതാവുമായ KP രമേശ് പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും വ്യാജ ഒപ്പിട്ട് 9,30,000 രൂപ തട്ടിയെടുത്തിരുന്നു. സംഭവത്തിൽ കുന്നംകുളം പോലീസ് ജാമ്യമില്ലാ കുറ്റം ചുമത്തി FIR ഇട്ട കേസെടുക്കുകയും ചെയ്തിരുന്നു. മുൻകൂർ ജാമ്യത്തിനായി ജില്ലാ കോടതിയിൽ സമർപ്പിച്ച അപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ കുന്നംകുളം പോലീസ് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ KP രമേശിനെ അറസ്റ്റ് ചെയ്യണമെന്ന് CC ശ്രീകുമാർ ആവശ്യപ്പെട്ടു. ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് FIR-ൽ പറയുന്ന പ്രതി KP രമേശ് ജാമ്യമില്ലാത്ത കുറ്റമാണ് കേരള പോലീസ് ചുമത്തിയിരിക്കുന്നത്. ഈ പ്രതിക്ക് ജില്ലാ കോടതി പോലും ജാമ്യം അനുവദിക്കാത്ത സാഹചര്യത്തിൽ കുന്നംകുളം പോലീസ് ദുരഭിമാനം ഒഴിവാക്കി. അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം തള്ളിക്കളഞ്ഞ് KP രമേശിനെ അറസ്റ്റ് ചെയ്ത് നീതി നിർവഹണത്തിന് മാതൃകയാകേണ്ട സ്ഥാപനമായി മാറണം. അതാണ് ഇപ്പോൾ കോൺഗ്രസ് പറയാനുള്ളത്. നെല്ല് സംഭരണ കേന്ദ്രത്തിന്റെ മുഴുവൻ രേഖകളും കസ്റ്റഡിയിലെടുത്ത് വിശദമായ അന്വേഷണം നടത്തി എത്രയും പെട്ടെന്ന് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും വേണം. പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KS കരീം, നിലവിലെ പ്രസിഡന്റ് രേഖ സുനിൽ, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ എന്നിവർക്ക് തട്ടിപ്പിലുള്ള പങ്കും തട്ടിപ്പറഞ്ഞിട്ടും മൂടിവെച്ചതും വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ശ്രീകുമാർ വ്യക്തമാക്കി. രണ്ടാമത് വന്നത് രണ്ടാം ഘട്ട സമരത്തിലേക്ക് ഇത് പോവുകയാണ്. ഇത് കേവലം KP രമേശിൽ മാത്രം ഒതുങ്ങുന്ന ഒരു അഴിമതിയല്ല. ഈ അഴിമതി നടക്കുമ്പോൾ അന്നത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഇന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ അവർ സ്ഥിര ഭരണസമിതി അംഗമാണ്. അതുപോലെ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റായ KS കരീം ആ സമിതിയിലെ സ്ഥിരാംഗമാണ്. അവരുടെയൊക്കെ പങ്ക് വിശദമായ അന്വേഷണത്തിന് പോകണം. വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടി കോൺഗ്രസ് വലിയ സമരവുമായി മുന്നോട്ട് വരും. കുന്നംകുളം പോലീസ് ഇനിയും ദുരഭിമാനം കളഞ്ഞ് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ നെല്ല് സംഭരണ കേന്ദ്രത്തിന്റെ 9,30,000 രൂപ വെട്ടിച്ചെടുത്ത പ്രതി KP രമേശിനെ അറസ്റ്റ് ചെയ്ത് നീതിപൂർവമായ നിയമപരിപാലനം നടത്താൻ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് രണ്ടാംഘട്ട സമരം ആരംഭിക്കുമെന്നും ശ്രീകുമാർ കൂട്ടിച്ചേർത്തു. CCTV ന്യൂസ് കേച്ചേരി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി അരിയന്നൂർ പ്ലാക്കാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും നടന്നു. ക്ഷേത്രത്തിൽ രാവിലെ മേൽശാന്തി തപൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ ഗജപൂജയും ആനയൂട്ടുമുണ്ടായി. കൊമ്പൻ ഗോപികൃഷ്ണയ്ക്ക് പൂജയും പ്രത്യേകം തയ്യാറാക്കിയ ചോറുള്ളയും പഴവർഗ്ഗങ്ങൾ എന്നിവ നൽകിയായിരുന്നു ഗജപൂജയും ആനയൂട്ടും നടത്തിയത്. ഭക്തജനങ്ങളും ആനയൂട്ടിൽ പങ്കാളികളായി. ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ഹരീഷ്, സെക്രട്ടറി രജനീഷ്, ട്രഷറർ ജയൻ, മറ്റംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കർക്കിടകം 1 മുതൽ 7 ദിവസം വരെ ക്ഷേത്രത്തിൽ വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഔഷധക്കഞ്ഞിയും പകർച്ചയും നടന്നു വന്നിരുന്നു. കൂടാതെ എല്ലാ മാസത്തിലെയും ആദ്യത്തെ ഞായറാഴ്ച അന്നദാനവും നടത്തി വരുന്നുണ്ട്. പുന്നൂർ പഞ്ചായത്തിനെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്താക്കാൻ ഭരണസമിതി യോഗം തീരുമാനിച്ചു. ഇതിനായി പഞ്ചായത്തിലെ 20 വാർഡുകളിലായി ഡിജിറ്റൽ സാക്ഷരതാ പ്രവർത്തനങ്ങൾക്കുള്ള വോളണ്ടിയർ രജിസ്ട്രേഷൻ ആരംഭിച്ചു. പദ്ധതിയുടെ വിവരശേഖരണത്തിനും തുടർന്നുള്ള പരിശീലനം, മൂല്യനിർണ്ണയം എന്നിവയ്ക്കായി വിദ്യാർത്ഥികൾ, NSS വളണ്ടിയർമാർ, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ, അങ്കണവാടി പ്രവർത്തകർ, ആശാവർക്കർമാർ, സാക്ഷരതാ പ്രവർത്തകർ, ലൈബ്രറി കൗൺസിലർമാർ, യുവജനക്ഷേമ ബോർഡ് പ്രതിനിധികൾ, സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകർ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് പ്രവർത്തനങ്ങൾ നടത്തുക. ഒരു വാർഡിൽ 15 വളണ്ടിയർമാർ എന്ന നിലയിൽ 300 വളണ്ടിയർമാർ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. 14 വയസ്സ് മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ഡിജിറ്റൽ സാക്ഷരതാ പരിജ്ഞാനം നൽകുക. വാർഡുകളെ വിവിധ സോണുകളായി തിരിച്ച് വളണ്ടിയർമാർക്ക് ചുമതല നൽകി തൊഴിലിടങ്ങളിലും വീടുകളിലും മറ്റുമായി വളണ്ടിയർമാർ ചെന്ന് ഡിജിറ്റൽ സാക്ഷരതാ യജ്ഞം പൂർത്തിയാക്കും. പുന്നൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വളണ്ടിയർമാരുടെ യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ MK അറഫാത്ത്, സെലീന നാസർ, രജനി ടീച്ചർ, കുടുംബശ്രീ ചെയർപേഴ്സൺ അനിത സുരേഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി ബിജു കളത്തിൽ, NREG അസിസ്റ്റന്റ് എഞ്ചിനീയർ ML നിഷ എന്നിവർ സംസാരിച്ചു. ടെക്നിക്കൽ അസിസ്റ്റന്റ് ജിമൽ P ജിക്സൺ വളണ്ടിയർ രജിസ്ട്രേഷന് നേതൃത്വം നൽകി. CCTV ന്യൂസ് പുന്നയൂർകുളം. കാഞ്ഞിരക്കോട് ജനസേവന സമിതിയുടെ ആഭിമുഖ്യത്തിൽ കർക്കിടക ഔഷധ കഞ്ഞിക്കൂട്ട് വിതരണം നടത്തി. ആലത്തൂർ മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, പഞ്ചായത്ത് അംഗം MC ഐജു, മുതിർന്ന കോൺഗ്രസ് നേതാവ് R രാമൻകുട്ടി എന്നിവർ സംസാരിച്ചു. PS സുലൈമാൻ, CP ചാക്കുണ്ണി, MS നാരായണൻ, OO തോമസ്, VT സൈമൺ, VT ജോൺസൺ, CR ചാക്കുണ്ണി, VA പ്രിൻസൺ, CD വിൻസൺ, CD ബാബുട്ടൻ, PS സിദ്ദിഖ്, KM കുഞ്ഞുമുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. 170 പേർക്ക് ഔഷധ കഞ്ഞിക്കൂട്ട് വിതരണം ചെയ്തു.
ഇന്നും പലപ്പോഴും വീട്ടിൽ നിന്ന് കൊച്ചുമക്കളോ പേരക്കുട്ടികളോ മകന്റെയും മക്കളുടെയൊക്കെ കുട്ടികൾ സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പം ചെറിയ ജലദോഷങ്ങളോ അല്ലെങ്കിൽ ചെറിയൊരു പനിയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങളുമായിട്ട് വരുന്ന സമയത്ത് വീട്ടിൽ മുതിർന്ന അമ്മൂമ്മമാര് മുത്തശ്ശിമാരുണ്ട് എങ്കിൽ അവർ പറയുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെടിയുടെ തണ്ട് ഉപയോഗിക്കുന്നത് അല്ലേ, അങ്ങനെ തുളസിയാണെങ്കിലും അതെങ്ങനെ കഷായം വെച്ച് കുടിച്ചാൽ മാറുമെന്നൊക്കെ നല്ല നാട്ടറിവുകളും ഔഷധങ്ങളെ കുറിച്ചും അറിവുള്ള ആളുകളായിരുന്നു. കുറെ കാലങ്ങളിലായിട്ട് പെരുമ്പടപ്പ് പഞ്ചായത്തിലെ പുതുരുത്തിയിലെ വെള്ളക്കെട്ടിന് പരിഹാരമാകുന്നു പൈപ്പിട്ട് തുടങ്ങി. നിലവിലെ കാന പൊറ്റാടി അജ്മീർ നഗർ റോഡിലെ കാനയുമായി ബന്ധിപ്പിക്കുവാൻ പൈപ്പിടൽ ആരംഭിച്ചു. പെരുമ്പടപ്പ് പഞ്ചായത്ത് 1-ാം വാർഡ് പുതിയുരുത്തി വെസ്റ്റിൽ 50 കുടുംബങ്ങൾക്ക് ദുരിതജീവിതം നൽകുന്ന വെള്ളക്കെട്ടിനാണ് ശാശ്വത പരിഹാരമാകുന്നത്. ശനിയാഴ്ച വൈകുന്നേരം പെരുമ്പടപ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നിസാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അടിയന്തര ഭരണസമിതി യോഗത്തിലാണ് ഇതു സംബന്ധിച്ച് തീരുമാനമായത്. 1-ാം വാർഡിലെ വെള്ളക്കെട്ട് ശാശ്വത പരിഹാരം കാണുന്നതിന് പഞ്ചായത്ത് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയ ജില്ലാ കളക്ടറുടെ ഉത്തരവ് ബോർഡ് യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തു. ആദ്യഘട്ടത്തിൽ നടത്തിയ കാന നിർമ്മാണം മുഹമ്മദ് സാഹിബ് റോഡിൽ നിന്നും വെള്ളിയങ്കോട് ഗ്രാമപഞ്ചായത്തിനെ ബന്ധിപ്പിക്കുന്ന തട്ടുപറമ്പ് പാടത്തകായൽ റോഡിൽ എത്തി നിൽക്കുകയായിരുന്നു. ഇവിടെ നിന്നും വാട്ടർ ലെവലിൽ 150 മീറ്റർ നീളത്തിൽ കുഴിയെടുത്ത് വലിയ PVC പൈപ്പ് സ്ഥാപിച്ചു. പൊറ്റാടി അജ്മീർ നഗർ റോഡിലെ കാനയുമായി ബന്ധിപ്പിച്ച് അറപ്പത്തോട്ടിലൂടെ അറബിക്കടലിലേക്ക് വെള്ളം ഒഴുക്കിവിടുന്ന രീതിയിലാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ഇതു സംബന്ധിച്ച് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ നേരത്തെ തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് യോഗം അംഗീകരിച്ച് നിർമ്മാണം തുടങ്ങുന്നതിന് ചറവല്ലൂർ സ്വദേശിയായ കരാറുകാരനെ ഏൽപ്പിച്ചു. ഇതുപ്രകാരം അടുത്ത ദിവസം തന്നെ പൈപ്പ് സ്ഥാപിക്കുന്നതിനായുള്ള പ്രവൃത്തി തുടങ്ങാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ നിർമ്മാണം തുടങ്ങുന്നത് സംബന്ധിച്ച് അവ്യക്തതയുണ്ടെന്നും സെക്രട്ടറിയിൽ നിന്ന് ഉറപ്പ് ലഭിക്കണമെന്നും ആവശ്യപ്പെട്ട് യോഗത്തിനുശേഷം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറി അമ്പിളിയെ ഉപരോധിച്ചിരുന്നു. ഏറെ നേരം നീണ്ട ഉപരോധത്തിനൊടുവിൽ യോഗ തീരുമാനത്തിന്റെ പകർപ്പ് പ്രതിഷേധക്കാർക്ക് നൽകുകയും ഞായറാഴ്ച തന്നെ കാന നിർമ്മാണം തുടങ്ങുന്നതിന് അസിസ്റ്റന്റ് എഞ്ചിനീയറെ സെക്രട്ടറിയുടെ ചേംബറിലേക്ക് വിളിച്ചു വരുത്തുകയും കരാറുകാരനുമായി സംസാരിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്തു. ഇതോടെയാണ് പ്രതിഷേധക്കാർ ഉപരോധം അവസാനിപ്പിച്ചത്. CCTV ന്യൂസ് പൊന്നിയൂർക്കുളം. ഗുരുവായൂർ നഗരസഭയുടെ തൈക്കാട് മഞ്ഞിക്കരയിലെ നവീകരിച്ച EK നായനാർ ചിൽഡ്രൻസ് പാർക്കും ഓപ്പൺ ജിമ്മും പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി. നഗരസഭയുടെ വികസന തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാർക്കിൽ 55 ലക്ഷത്തോളം രൂപയോളം ചെലവഴിച്ച് സംരക്ഷണ ഭിത്തി, ഫെൻസിംഗ്, ഫാൻറ്റൻ റെയിൽ, ഇന്റർലോക്ക് വിരിച്ച് നടപ്പാത, വഴിവിളക്ക് എന്നിവയോടുകൂടിയാണ് നവീകരിച്ചത്. നവീകരിച്ച മന്നിക്കര കുളം, വ്യായാമത്തിനായി സജ്ജമാക്കിയ ഓപ്പൺ ജിം, കുടുംബശ്രീ കിയോസ്ക് എന്നിവയുടെയും സമർപ്പണവും ഇതോടൊപ്പം നടന്നു. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ അനിഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ MM ഷഫീർ, AS മനോജ്, ബിന്ദു അജിത്ത്, ശൈലജ സുധൻ, വാർഡ് കൗൺസിലർ അജിത അജിത്ത്, സെക്രട്ടറി H അഭിലാഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ആഗസ്റ്റ് 4 നടക്കുന്ന കാട്ടകമ്പാൽ സർവീസ് സഹകരണ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പാനലിന് എതിരില്ല. കാട്ടകമ്പാൽ ബാങ്കിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എതിരില്ലാതെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പുതിയ സഹകരണ നിയമപ്രകാരം 3 തവണ തുടർച്ചയായി ഭരണസമിതി അംഗങ്ങളായിരുന്നവർക്ക് വിശ്രമം നൽകിക്കൊണ്ട് പുതുമുഖങ്ങളെ അണിനിരത്തി അവതരിപ്പിച്ച കോൺഗ്രസ് പാനലിൽ 40 വയസ്സിൽ താഴെയുള്ള 2 പേരെയും ഉൾപ്പെടുത്തിയെന്നത് ശ്രദ്ധേയമാണ്. 5000-ഓളം മെമ്പർമാരുള്ള കാട്ടകമ്പാൽ സർവീസ് സഹകരണ ബാങ്ക് കുറേ വർഷങ്ങളായി കോൺഗ്രസ് തന്നെയാണ് ഭരണം നടത്തുന്നത്. കഴിഞ്ഞ തവണ CPM നേതൃത്വത്തിലുള്ള പാനൽ രംഗത്തുണ്ടായിരുന്നെങ്കിലും പരാജയപ്പെട്ടിരുന്നു. സോണി സക്കറിയ, സ്മിത ഷാജി, ലക്ഷ്മി പനോക്കിൽ, ജനാർദ്ദനൻ അദിയാരത്ത്, KC ശശി, VG ബിജു, TK പ്രഹ്ലാദൻ, CI മറിയാമ്മ, ഉമാദേവി, TA വേലായുധൻ, ഫ്രജിൻ എഫ്രി, സന്ധ്യ ഷിബു എന്നിവരാണ് കോൺഗ്രസ് സാരഥികൾ. ഓഗസ്റ്റ് 4 മാത്രമേ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ. CCTV ന്യൂസ് പെരുമ്പിലാവ്. മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ഗുരുവായൂർ തമ്പുരാൻപടി യുവജന സമാജം ഗ്രന്ഥാലയം പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ സ്വന്തമാക്കിയവർക്ക് KP നാരായണൻ മാസ്റ്റർ സ്മൃതി പുരസ്കാരവും സ്കൂൾ തല ആസ്വാദനക്കുറിപ്പ് മത്സര വിജയികൾക്ക് MLA ബാലൻ മാസ്റ്റർ സ്മൃതി പുരസ്കാരവുമാണ് നൽകിയത്. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KP വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു. യുവജന സമാജം പ്രസിഡന്റ് M കേശവൻ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്ര മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ സംസ്കൃതം നാരായണീയം ക്ലാസുകളുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച നടന്നു. ക്ഷേത്ര മേൽശാന്തി നാരായണൻ നമ്പൂതിരി ദീപപ്രകാശനം നിർവഹിച്ചു. ഇരുനിലങ്കോട് ജ്ഞാനാനന്ദ കുടീരം ആശ്രമത്തിലെ സ്വാമി നിഖിലാനന്ദ സരസ്വതി അനുഗ്രഹഭാഷണം നിർവഹിച്ചു. പാർലേക്കാട് ഭഗവതി സത്രം മുഖ്യ കാര്യദർശി K വിജയൻ മേനോൻ നാരായണി പ്രഭാഷണം നിർവഹിച്ചു. മാതൃസമിതി പ്രസിഡന്റ് ചാന്ദിനി ടീച്ചർ സ്വാഗതവും സെക്രട്ടറി ബിന്ദു അരവിന്ദ് നന്ദിയും പറഞ്ഞു.
കാട്ടകമ്പാൽ പഞ്ചായത്തിലെ 2024-2025 വർഷത്തെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച ഇടത് ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധിച്ചു. പഞ്ചായത്തിലെ വികസന പ്രവർത്തികൾ മുരടിപ്പിക്കാനാണ് ഭരണസമിതിയുടെ നീക്കമെന്ന് കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങളായ MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ് എന്നിവർ ആരോപിച്ചു. ഇവിടെ പ്രവൃത്തികൾ യഥാസമയത്ത് നടത്താതെ യഥാസമയത്ത് ബില്ലുകൾ ട്രഷറിയിൽ ഏൽപ്പിക്കാതെ വന്നപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ അടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം നമ്മുടെ പഞ്ചായത്തിന് 1,96,00,000 രൂപ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. നമുക്കറിയാം 24-25 വർഷത്തിൽ അത്തരത്തിലുള്ള 2 കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് നമുക്ക് തള്ളപ്പെട്ടിട്ടിരിക്കുന്നത്. ജനപ്രതിനിധികളായ MS മണികണ്ഠൻ എന്ന് ഞാൻ MA അബ്ദുൾ റഷീദും പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായും ജനങ്ങളുടെ വികസനത്തെ പുറകോട്ട് നയിക്കുന്ന ഈ പഞ്ചായത്തിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ ജനങ്ങളെ. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജൂലൈ 22-ന് കുന്നംകുളത്ത് സംഘടിപ്പിക്കുന്ന വനിതാ സംരംഭക തൊഴിലാളികളുടെ ജില്ലാ കൺവെൻഷൻ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സംഘാടക സമിതി രൂപീകരിച്ചു. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ ചേർന്ന യോഗം CPM കുന്നംകുളം ഏരിയ സെക്രട്ടറി MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി RV ഇക്ബാൽ, ഫെഡറേഷൻ ഭാരവാഹികളായ ജിനി രാധാകൃഷ്ണൻ, PT പ്രസാദ്, സുജാത മുരളീധരൻ, K മണികണ്ഠൻ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ്, KA അസീസ്, EC ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി ഭാരവാഹികളായി ചെയർമാൻ MN സത്യൻ, കൺവീനർ PM സുരേഷ്, ട്രഷറർ EC ജോയ് എന്നിവരെ തെരഞ്ഞെടുത്തു. ചെറുമനങ്ങാട് കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ എന്റെ വീട് അഭയ കേന്ദ്രത്തിന് സഫാരി ഗ്രൂപ്പ് ഓഫ് മാനേജിംഗ് ഡയറക്ടർ അബൂബക്കർ മടപ്പാട്ട് പുതിയ വാഹനം വാങ്ങി നൽകി. പലപ്പോഴും ഇവിടുത്തെ അന്തേവാസികളെ ചികിത്സയ്ക്കും മറ്റും കൊണ്ടുപോകുവാൻ ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങളെയാണ് ആശ്രയിക്കാറ്. പുതിയ വാഹനം ലഭ്യമായതോടെ അന്തേവാസികളുടെ ഈ ദുരിതത്തിന് പരിഹാരമായി. 8 ലക്ഷം രൂപ വില മതിക്കുന്ന മാരുതി ഇക്കോ വാഹനത്തിന്റെ താക്കോൽദാന ക്രമം അബൂബക്കർ മടപ്പാട്ട് നിർവഹിച്ചു. കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ KV അബ്ദുൾ റഹ്മാൻ താക്കോലും വാഹനത്തിന്റെ അനുബന്ധ രേഖകളും ഏറ്റുവാങ്ങി. ട്രസ്റ്റ് സെക്രട്ടറി KT അബ്ദു അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് വൈസ് ചെയർമാൻ S ജമീല, കുന്നംകുളം നഗരസഭ മുൻ ചെയർമാൻ PG ജയപ്രകാശ്, ട്രസ്റ്റ് ട്രഷറർ TA ഉസ്മാൻ, KA ജ്യോതിഷ്, സുന്ദരൻ നായർ, സ്മിത മുരളി, പെൻകോ സൈഫു, അസീസ് KA തുടങ്ങിയവർ സംസാരിച്ചു. പഴഞ്ഞി മാർത്തോമ സ്കൂളിൽ മഴക്കാല രോഗ ബോധവൽക്കരണ ക്ലാസും കൊതുകുകളുടെ വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിതരണവും നടന്നു. ഹെൽത്ത് ഇൻസ്പെക്ടർ O ജയൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സ്കൂൾ മാനേജർ ഫാദർ അനൂപൻ, ഹെഡ്മാസ്റ്റർ ലൈനുമാഷ്, PTA പ്രസിഡന്റ് അനൂപ് ഫിലിപ്പോസ്, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. പാഴ്വസ്തുക്കളും പ്ലാസ്റ്റിക് കുപ്പികളും കൊണ്ട് വിദ്യാർത്ഥികൾ നിർമ്മിച്ച റോക്കറ്റ് മാതൃക ശ്രദ്ധേയമായി. അഗതിയൂർ DVM ലോവർ പ്രൈമറി സ്കൂളിലെ പരിസ്ഥിതി ക്ലബ് വിദ്യാർത്ഥികളാണ് ചന്ദ്രയാൻ ദിനാചരണത്തിന്റെ ഭാഗമായി പാഴ്വസ്തുക്കൾ കൊണ്ട് 8 അടി വലുപ്പമുള്ള റോക്കറ്റ് നിർമ്മിച്ചത്. കുട്ടികളിലെ സർഗാത്മക കഴിവുകൾ വളർത്തുന്നതിനൊപ്പം പരിസ്ഥിതി സംരക്ഷണശീലം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സ്കൂൾ പരിസരത്തു നിന്നും വീടുകളിൽ നിന്നുമായി ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് വസ്തുക്കളും കുപ്പികളും റോക്കറ്റ് നിർമ്മാണത്തിനായി ശേഖരിച്ചതെന്ന് പരിസ്ഥിതി അധ്യാപകനായ ഗ്രിഗർ പറഞ്ഞു. സ്കൂൾ പ്രധാന അധ്യാപിക വിൻസി ചന്ദ്രയാൻ സന്ദേശം നൽകി. അധ്യാപകരായ ഷാരിഷ, കവിത, ആലിസ്, സിമി, ജാൻസി, ബിജിഷ, PTA പ്രസിഡന്റ് രതീഷ് എന്നിവർ ദിനാചരണത്തിന് നേതൃത്വം നൽകി. ഗുഡ് ഡേ മൂവീസിന്റെ ബാനറിൽ SM പ്രൊഡക്ഷൻ നിർമ്മിക്കുന്ന 1947 സിനിമയുടെ ചിത്രീകരണത്തിന്റെ സ്വിച്ച് ഓൺ പഞ്ചതനം അമീഗോ കഫയിൽ നടന്നു. പ്രശസ്ത സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദ് സ്വിച്ച് ഓൺ നിർവഹിച്ചു. സിനിമാ താരം ശിവജി ഗുരുവായൂർ മുഖ്യാതിഥിയായി. ചടങ്ങിൽ സിനിമാ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. സുഭാഷ് ശിവയും മഹിൻഗർ കേച്ചേരിയും ചേർന്നാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. കഥാ തിരക്കഥ മഹിൻഗറും DOP സുഭാഷ് ശിവയുമാണ്. പ്രവീൺ ഹരിയാണ് ക്യാമറ അസോസിയേറ്റ്. ജെയ്സൺ ഗുരുവായൂർ പ്രൊഡക്ഷൻ കൺട്രോളർ. ശാസ്ത്ര കൗതുകം ഉണർത്തി പഴഞ്ഞി മാർ ബസേലിയോസ് LP സ്കൂളിൽ ചാന്ദ്രദിനാഘോഷം സംഘടിപ്പിച്ചു. ചാന്ദ്രദിനാഘോഷത്തിന്റെ ഭാഗമായി ചാന്ദ്രോത്സവം 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ റോക്കറ്റ് നിർമ്മാണം, പോസ്റ്റർ, കൊളാഷ്, ക്വിസ്, കുട്ടി ബഹിരാകാശ യാത്രികർ, അമ്പിളി കവിത, വീഡിയോ പ്രദർശനം, അമ്പിളി മാമനൊരു കത്ത്, ഡിജിറ്റൽ മാസിക എന്നിവയും നടത്തി. വിദ്യാർത്ഥികൾ നിർമ്മിച്ച 100-ൽ പരം റോക്കറ്റുകളുടെ പ്രദർശനവും സോളാർ സിസ്റ്റം മോഡലും കുട്ടികളിൽ ശാസ്ത്രാവബോധവും താല്പര്യവും വളർത്തുവാൻ സഹായകരമായി. അധ്യാപകരായ ജിൻസി P ജോസ്, CC KT, സരുൺ K സൈമൺ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം വൈസ്മെൻസ് ക്ലബിന്റെ 2024-2025 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു.
റീജിയണൽ ബുള്ളറ്റിൻ എഡിറ്റർ ബെന്നി വടക്കൻ സ്ഥാനാരോഹണ യോഗം ഉദ്ഘാടനം ചെയ്തു. മുൻ റീജിയൻ ഡയറക്ടർ PI അനിൽ ഭാരവാഹികളെ അവരോധിച്ചു. പ്രസിഡന്റ് ഷൈജൻ സി ജോബ്, സെക്രട്ടറി വർഗീസ് ജോൺ എന്നിവർ ചുമതലയേറ്റു. പ്രസിഡന്റ് ഷൈജൻ സി ജോബ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗീവർ ജോയ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുതിയ 2 കുടുംബങ്ങൾക്ക് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ CK അപ്പുമോൻ അംഗത്വം നൽകി. നിയുക്ത ഗവർണർ ബിന്ദു അപ്പുമോൻ സാമൂഹിക സേവന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ് അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം സ്വന്തമാക്കിയവരെ സോണൽ ഡയറക്ടർ അനിത ബെന്നി അനുമോദിച്ചു. വർഗീസ് ജോൺ, അനിൽ K സാമുവൽ, ആനന്ദൻ, ജിജി ജോർജ് എന്നിവർ സംസാരിച്ചു. ചാവക്കാട് അമൃത വിദ്യാലയത്തിൽ വേദവ്യാസന്റെ ജന്മദിനം ആഘോഷിച്ചു. പ്രധാന അധ്യാപിക ബ്രഹ്മചാരിണി അതീതാമൃത ചൈതന്യയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങ് താനൂർ അമൃത വിദ്യാലയം പ്രധാന അധ്യാപിക ബ്രഹ്മചാരിണി നിരാമയാമൃത ചൈതന്യ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. മാനസ പൂജയും സംസ്കൃതി പൂജയും കൂടാതെ കുട്ടികളുടെ ഭജനയും പ്രസാദ വിതരണവും ഉണ്ടായി. വിധവാക്ഷേമ സംഘം മാർത്താറ്റ് യൂണിറ്റ് സമ്മേളനവും പുതിയ അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണവും നടന്നു. വാർഡ് കൗൺസിലർ മിഷ സെബാസ്റ്റ്യൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിധവാക്ഷേമ സംഘം ജില്ലാ വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് ശോഭന കുന്നത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന രക്ഷാധികാരി MD രാജു മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ജാനകി സുധൻ, കുമാരി സുജാത മണി തുടങ്ങിയവർ സംസാരിച്ചു. തിരുവത്ര താഴത്ത് ചാരിറ്റബിൾ ട്രസ്റ്റ് കുടുംബ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ബുഷറ മെമ്മോറിയൽ വിദ്യാഭ്യാസ അവാർഡ് ദാനം നടന്നു. താഴത്ത് ഹംസക്കുട്ടിയുടെ വസതിയിൽ നടന്ന ചടങ്ങ് TM നൂറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. താഴത്ത് സലാം അധ്യക്ഷത വഹിച്ചു. തിരുവത്ര മഹല്ല ഖത്തീബ് ഹുസൈൻ ലത്തീഫി മുഖ്യാതിഥിയായി. അഷ്റഫി ബാവ, അബൂബക്കർ താഴത്ത്, ഷനൂബ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ സയൻസ് റാങ്ക് ജേതാവായ സജിദ സലാമിനെ TM നൂറുദ്ദീൻ ആദരിച്ചു. വടക്കാഞ്ചേരി RTO ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പെരുമ്പിലാവ് അൻസാർ സ്കൂൾ ബസ് ഡ്രൈവേഴ്സിനും കണ്ടക്ടർമാർക്കും സ്കൂളിലെത്തുന്ന മറ്റ് പ്രൈവറ്റ് വാഹനങ്ങളുടെ ഡ്രൈവർമാർക്കുമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുന്നു. ജൂലൈ 24 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ജോയിന്റ് RTO അഫ്സൽ അലി ഉദ്ഘാടനം ചെയ്യും. AMVI സന്തോഷ് ബോധവൽക്കരണ ക്ലാസ് നയിക്കും. അൻസാർ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ്, പ്രിൻസിപ്പൽ ഷൈനി ഹംസ തുടങ്ങിയവർ സംബന്ധിക്കും. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6485 രൂപ, സ്വർണം പവന് 51,880 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 95 രൂപ. ചർമ്മം തെച്ചൂർ കാവുങ്കൽ പ്രഭാകര പണിക്കർ ഭാര്യ പ്രഭാവതി അമ്മ നിര്യാതയായി. 85 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. മനോഹരൻ, സുഭാഷ്, സുഗതൻ, ജയപ്രഭ എന്നിവർ മക്കളാണ്. കുന്നകുളം കിഴൂർ വട്ടേക്കാട്ട് വീട്ടിൽ ശാന്ത നിര്യാതയായി. 78 വയസ്സായിരുന്നു. സംസ്കാരം പാമ്പാടി ഐവർ മഠത്തിൽ നടന്നു. പരേതനായ പരമേശ്വരൻ നായർ ഭർത്താവാണ്. ബിന്ദു, സിന്ധു, സന്ദീപ്, സന്തോഷ് എന്നിവർ മക്കളാണ്. കുന്നംകുളം ചൊവ്വന്നൂർ തേവർമഠം ലൈനിൽ പരേതനായ മല്ലേശ്വരി കൊച്ചുമകൾ ഗീത നിര്യാതയായി. 53 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടന്നു. കുഞ്ഞുമോൾ മാതാവും രാധ, രാജു, സുധ എന്നിവർ സഹോദരങ്ങളുമാണ്. കാട്ടകമ്പാൽ കിഴക്കുമുറി നടുവിൽപ്പാട്ട് പരേതനായ നാരായണൻകുട്ടിയുടെ മകൻ വിഷ്ണു നിര്യാതനായി. 33 വയസ്സായിരുന്നു. സംസ്കാരം കാട്ടകമ്പാൽ പഞ്ചായത്ത് ക്രിമിറ്റോറിയത്തിൽ നടന്നു. ഷീന മാതാവും വിനീഷ് സഹോദരനുമാണ്. തിരുവത്ര അത്താണി വടക്കുഭാഗം താമസിക്കുന്ന മത്രംകൂട്ട് ചന്ദ്രൻ ഭാര്യ തങ്ക നിര്യാതയായി. 75 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9 മണിക്ക് നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടക്കും. അഖിലൻ, സനില എന്നിവർ മക്കളാണ്. തലക്കൂട്ടുകര വീട്ടിൽ കാർത്തികേയൻ ഭാര്യ ഉദയകുമാരി നിര്യാതയായി. 55 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. സയന, നയന എന്നിവർ മക്കളാണ്. പ്രശസ്ത ബാലഗായിക അനുശ്രീയുടെ മാതൃമാതാവാണ് പരേത. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി 3ാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഭാവിയിലേക്കുള്ള പാത ഒരുക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പതിവ് പോലെ കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിൽ അവഗണിക്കപ്പെട്ട കേരളം. ബീഹാറിനും ആന്ധ്രാപ്രദേശിനും വൻകിട പദ്ധതികൾ ലഭിച്ചപ്പോൾ കേരളത്തിന് അനുകൂല പദ്ധതികളൊന്നും ലഭിച്ചില്ല. പ്രതിഷേധമുയരുന്നു. പാറമ്പാടത്തെ മരണക്കുഴി വീണ്ടും അപകട മരണം. റോഡിലെ കുഴിയിൽ വീണ് തെറിച്ച ബൈക്ക് കാറുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മധ്യവയസ്കൻ മരിച്ചു. മരിച്ചത് പോർക്കുളം കൊങ്ങണൂർ വിളക്കുമാടത്തിൽ അറുമുഖന്റെ മകൻ 62 വയസ്സുള്ള ശശിധരൻ.
CPM ഭരിക്കുന്ന കുന്നംകുളം നഗരസഭയിലേക്ക് CITU മാർച്ച്. തുറക്കുളം മത്സ്യ മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെയും തൊഴിലാളികളുടെ ക്ഷേമപൂർണ്ണമായ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചും ജില്ലാ മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ കമ്മിറ്റിയാണ് നഗരസഭയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. മന്ദലാകുന്ന് മേഖലയിലെ 30ഓളം കുടുംബങ്ങളെയും NH സർവീസ് റോഡിനെയും 3 പഞ്ചായത്ത് റോഡുകളെയും ബാധിക്കുന്ന വെള്ളക്കെട്ട് പ്രശ്നത്തിന് പരിഹാരമാകുന്നു. NK അക്ബർ MLA പുന്നൂർക്കുളം പഞ്ചായത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് പ്രശ്നപരിഹാരമായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളുടെയും പിന്തുടരാം. പ്രതിദിന വാർത്തകൾ, പ്രോഗ്രാമുകളെല്ലാം യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് CCTVonline.tv സന്ദർശിക്കുക. നമസ്കാരം.